ഇൻഷുറൻസ് ഇപ്പോ ഇല്ലാതെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തി തുടങ്ങി. കാരണം വലിയ വലിയ കോസ്റ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സിനാരിയോസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരാൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇത് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കിട്ടും. പക്ഷേ പലപ്പോഴും ഇത് അവൈലബിൾ ആവില്ല. പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ഇപ്പോൾ പേയബിൾ ആയിട്ടുള്ള ഏരിയാസ് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് വേണം നമ്മൾ ഈ കാര്യത്തിനെ അനലൈസ് ചെയ്യാൻ. അപ്പോൾ വലിയ രീതിയിലുള്ള കോസ്റ്റ് ഫാക്ടർ വരുമ്പോൾ, ഒരു ട്രീറ്റ്മെന്റിനുള്ള കോസ്റ്റ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എവിടെ നിന്ന് കൊടുക്കും എന്നുള്ള ചോദ്യത്തിന് എല്ലാവരും ഉത്തരം കണ്ടേ പറ്റുള്ളൂ. ആ ഉത്തരം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ എങ്ങനെ സിസ്റ്റം കൊണ്ടുപോകണം എന്നുള്ളത് സൊസൈറ്റിയാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ഈസി ആയിട്ട് അപ്രോച്ചബിൾ ആയിട്ടുള്ള കോസ്റ്റ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണോ വേണ്ടത്, അതോ നമുക്ക് വളരെ എക്സോർബിറ്റൻ്റ് ആയിട്ടുള്ള പ്രൈസിലുള്ള പക്ഷെ നല്ല ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടുന്ന സിസ്റ്റമാണോ വേണ്ടത്? ആ സിസ്റ്റത്തിലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിനും, എന്ത് മിനിമൽ കാര്യത്തിനും നിങ്ങൾക്ക് ലിറ്റിഗേറ്റ് ചെയ്യാം. എന്നുവെച്ചാൽ ഒരു പ്രോബ്ലം ചെറുതായിട്ട് വന്നു, നിങ്ങൾക്ക് ലക്ഷങ്ങളോ കോടികളോ അതിന് കോമ്പൻസേഷൻ ആയിട്ട് ലിറ്റിഗേറ്റ് ചെയ്യാം. അതേ സാധനം നമ്മൾ അമേരിക്കൻ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇന്ത്യൻ സിനാരിയോയിൽ ചെയ്തു കഴിഞ്ഞാൽ 4 ലിറ്റിഗേഷൻ കൊടുക്കുമ്പോൾ കോർട്ട് അവാർഡ് ചെയ്യുമ്പോഴേക്കും എന്ത് പറ്റും? ഇവിടെ അതിനനുസരിച്ച് കോസ്റ്റ് ജമ്പ് ചെയ്യും. കാരണം നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഡിഫെൻസീവ് സിസ്റ്റത്തിലേക്ക് സിസ്റ്റം ഒട്ടാകെ പോകും. ഹെൽത്ത് സിസ്റ്റം ഒട്ടാകെ ഡോക്ടേഴ്സ് പോവും, ഹെൽത്ത് കെയർ വർക്കേഴ്സ് പോവും, എല്ലാവരും പോവും, ഗവൺമെന്റ് അടക്കം പേ ചെയ്യേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അപ്പോ അത്രയധികം കോസ്റ്റ് എക്സോർബിറ്റൻ്റ് ആയിട്ട് കൂടും. അങ്ങനെ കൂടുമ്പോൾ പിന്നെയും നമുക്ക് ഇത് കവർ ചെയ്യാനുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കേണ്ടി വരും. അപ്പൊ പിന്നെ ഇൻഷുറൻസിലേക്ക് പോകും, അല്ലെങ്കിൽ ഗവൺമെന്റ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ സ്വന്തം പോക്കറ്റ് നിർത്തി കൊടുക്കേണ്ടി വരും.